പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്തിട്ട് വരാം. ജഡ്ജസ് എന്തൊക്കെയുണ്ട്? അതാ ഞങ്ങള് ചോദിക്കുന്നത് എന്തൊക്കെയുണ്ടെന്ന്. തുടങ്ങണ്ടേ? ശരി, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാധാരണ എപ്പോഴും ഞാൻ എപ്പിസോഡ് കഴിയുമ്പോഴാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ പറയാറല്ലേ, സ്പെഷ്യൽ. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഇത് പറയാതെ പോവാൻ പറ്റില്ല. പറയട്ടെ ഞാൻ. ഈ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു ഈ ആളെ പറ്റി പറയാതെ ഒരു എപ്പിസോഡ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. പ്രണയത്തിലും വിരഹത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ സംഗീതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ആ രാജാവ്, സപ്തസ്വരങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത നമ്മളുടെ സ്വന്തം രാജാ സാർ അല്ലേ? രാജാ സാറിന്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ പറയാം. പിന്നെ തീർച്ചയായിട്ടും. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. മഞ്ജരി ചേച്ചി ഇവിടെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്തതേ രാജാ സാറാണ് അല്ലേ? പറയൂ രാജാ സാറിന്റെ ആ ഒരു. രാജാ സാറിനെ പറ്റി എന്ത് പറയാനാണ്. ഇപ്പൊ ശരത് സാറൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ വേറൊരു ജനറേഷൻ, അത്രയും കൂടുതൽ രാജാ സാറിനെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറഞ്ഞ മാതിരി കുറച്ച് അച്ഛൻ്റെ അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ രാജാ സാറിന് ആദ്യം പാടുന്നത് ഒരു ചിരി കണ്ടാലാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഇതുപോലെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഓഡിഷനൊക്കെ പോകുന്ന പോലെ ഞാനൊരു വോയിസ് ടെസ്റ്റിന് പോയി. അപ്പം സാറിന്റെ അടുത്ത് സാറിനറിയാലോ, അവിടെ ഒരു പൂജാമുറി ഉണ്ട്, അവിടെ ഇരുത്തി പാടിക്കും. അപ്പൊ ഇരുന്ന് ഞാൻ അവിടെ ഹംസധ്വനിയിൽ ഒരു കീർത്തനം പാടി. അപ്പം വല്ലാണ്ട് ടെൻഷനിലായിരിക്കുന്നത്. സാറാണെങ്കിൽ ഹാർമോണിയത്തിൽ ഇതിങ്ങനെ ഫോളോ ചെയ്തോണ്ടുണ്ട്. അപ്പൊ എനിക്ക് വല്ലാത്ത ടെൻഷൻ. ഇത് സദാശിവൻ മൈന്ദനേ ഗജമുഖനേ ഇങ്ങനെ ഒരു കൃതി പാടി. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ സാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഈ പൊന്മുടി പുഴയോരത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീം മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, പാടാന്ന് ഒന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് പോക്കാന്ന് പറയുമ്പോൾ ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്തു. അപ്പോൾ വിഷമയ്യോ ഒന്നും പറഞ്ഞില്ല. ആ പുറത്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഈ പറ ഓടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ടെൻഷനിൽ. അപ്പം ഇവർ പറഞ്ഞു ഞാനിങ്ങനെ പുറത്ത് നിൽക്കുക, ഒരാൾ പോയി, രണ്ടാൾ, എല്ലാവരും ഇങ്ങനെ പോവാ. അപ്പോൾ പറഞ്ഞ അതിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്. അമ്മ உங்களுக்கு എന്താ പാട്ട് കൊടുത്തിருக்காரு, இந்த ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പാട്ട് പഠിക്കാൻ പോയി. ഇത് അവിടെ ഇരുന്ന് സുന്ദരരാജൻ സാറാണ് അവിടെ അസിസ്റ്റന്റ്. അപ്പോൾ സാർ ഇരുത്തി ഫുൾ പാട്ട് പഠിപ്പിച്ചു തന്ന്. അന്നത് പാടാൻ പോയപ്പോഴത്തേക്ക് അന്ന് സ്ട്രൈക്ക്, അന്ന് അത് നടന്നില്ല. അപ്പോൾ അടുത്ത ദിവസം കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ വീണ്ടും ചങ്ക് തകർന്നു. ഇതെന്തൊരു വിധി. പക്ഷെ അതിലൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പാട്ടിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം ചെന്ന് പാടിയപ്പം വിജയ് യേശുദാസ്, വിജു ചേട്ടൻ എൻ്റെ കൂടെ അത് പാടിയത്. അപ്പം അപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴൊന്നും അറിയില്ല. പിന്നെയും സാർ മലയാളം പറയും. എനിക്കാണെങ്കിൽ അത് ഒന്നും പിടികിട്ടുന്നില്ല. കൊഞ്ചം മൈക്കൊക്കെ പിന്നാടി പോ. അപ്പം അങ്ങനെയൊക്കെ നിന്ന് എല്ലാം ഓക്കെ വാ ടേക്ക് പോലാമ്മ അങ്ങനെയൊക്കെ സാർ. അപ്പം എനിക്ക് ഇതൊക്കെ സാറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ആ മെമ്മറീസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അത് പാടിക്കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക പാട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ വെച്ചു സാർ ഒരു വാക്ക് പോലും നന്നായോ എന്ന് പറഞ്ഞില്ല. ഈശ്വര ഇതിനെ മാറ്റും, ആ പാട്ടിലെ പോലെ അത് മതിയെന്ന് പോലെ സാർ പറഞ്ഞു. അതെ എൻ്റെ അമ്മ പാറും ഭയങ്കര തക്കിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വിജു ചേട്ടൻ എന്നോട് പറഞ്ഞു, സാർ ഒന്നും പറയാത്തതാണ് നല്ലത്, അദ്ദേഹം പറഞ്ഞില്ല എന്നാണെങ്കിൽ നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഫസ്റ്റ് പാട്ട് എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹം, രാജാ സാറിൻ്റെ ഒരു ചിരി കണ്ടാൽ. അതിനുശേഷം അതേ പടത്തിൽ സാറിനോടൊപ്പം ഒരു ഡ്യുവറ്റ് പാടി, മാൻകുട്ടി മൈനക്കുട്ടി എന്നൊരു ഡ്യുവറ്റ്. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, കുറേ സിംഗേഴ്സൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു പാട്ടും കൂടെ പാടി. പിന്നെ എനിക്ക് ഈ ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ തമിഴ് പടമുണ്ട്. ഇപ്പം കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് കരകാട്ടക്കാരി, അതിൽ 2 പാട്ട്
അതും പാടാൻ പറ്റി. മൊത്തത്തിൽ എത്ര പാട്ട് പാടി ഞാൻ ഒരു പോക്കിൽ ഞാൻ 5 പാട്ട് പാടി. അതെനിക്കൊരു ലോട്ടറി അടിച്ച ഫീൽ ആയിരുന്നു എനിക്ക്. അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് രാജാസാർ. ചേച്ചി ടോട്ടൽ എത്ര പാട്ട് പാടിയിട്ടുണ്ട് രാജാസാർ? ഞാൻ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ആയിട്ട് 53. ഓ സൂപ്പർ. രാജാസാറിന്റെ ഓ മൈ ഗോഡ്. ശരത് സാർ എപ്പോഴും പറയും. എന്നാലും ഇന്ന് ശരത് സാറ് ഒരു പ്രാവശ്യം എന്നോട് രാജാ സാറിനെ പറ്റി പറഞ്ഞത്, സാറിന് ഭയങ്കര എന്താണ് ഭ്രാന്തമായ ഒരു ഫാനാണ് സാറ്. അപ്പം രാജാ സാറ് വീടിന്റെ പുറത്ത് ഇങ്ങനെ ഭഗവതിക്ക് മാല ചാർത്തുന്നെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ അത് കാണാൻ അവിടെ ഇങ്ങനെ നിൽക്കാറുണ്ട്, സാറിനെ എങ്ങനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പണ്ട് അങ്ങനെയൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. സാർ ഈ പ്രസാദ് സ്റ്റുഡിയോ, സാർ ഇപ്പുറത്തെ ഒരു അവിടാണ് സാറിൻ്റെ റൂമുള്ളത്. അപ്പം അദ്ദേഹം ഈ റെക്കോർഡിങ്ങിന് പോകുമ്പോഴും ഈ തിരിച്ചു പോകുമ്പോഴും അതെന്തൊക്കെ അതിലെ പോയാലേ പറ്റത്തുള്ളൂ. ഇതൊന്ന് കാണാൻ, അദ്ദേഹത്തിനൊന്ന് കാണുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ രോമാഞ്ചം കൊണ്ട് നമുക്ക് കണ്ണു കാണാൻ വയ്യ. കാര്യം അത്രയ്ക്ക് സംഗീതത്തിൽ എന്തൊക്കെ, അത് ഒരു 10-40 വർഷം മുമ്പ് വരെ ഇപ്പം ചെയ്താൽ പോലും അത്രയ്ക്ക് ഫ്രഷായിട്ടുള്ളല്ലാത്ത സാധനങ്ങളൊക്കെ അദ്ദേഹം നന്നായി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും എന്ത് സ്റ്റൈൽ ചെയ്താലും അത് രാജാ സാർ അതിലൊക്കെ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡിക്ഷനായിരുന്നു സാറിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ മ്യൂസിക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതും സാറാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചിരിച്ച് സാറ്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് സാറ് തന്നെ ഒരു കാരണം, പേടിയാണ് സാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ സാറിന് എന്താണെന്ന് അറിഞ്ഞൂടെ എന്നെ ഒരു വല്ലാണ്ട് ഇഷ്ടമുണ്ട്. ഞാനിപ്പം പറഞ്ഞു ഞാൻ ഈ സാറിൻ്റെ കൂടെ കയറി ഇരിക്കുക, അങ്ങനെയുള്ള ഒരു പേര് ഞാൻ എപ്പോഴും താഴെ ഇരിക്കത്തുള്ളൂ. സാറിൻ്റെ കാൽക്കൾ ആ കാലിലൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ഇരിക്കും. എനിക്കതാണ് ഇഷ്ടം. സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വിവരമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് സാറ്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ താഴെ ഇരിക്കുന്നത്. ഇപ്പോൾ രാജാ സാറിന് ഞാൻ പറഞ്ഞല്ലോ പാറു, ഒരൊറ്റ പാട്ട് ആദ്യം തന്നെ എന്നെ വിളിച്ച് പാടിച്ചത്, അതിന് എനിക്കൊരു നവരത്ന മോതിരം തന്നു. അതേ കൂടുതൽ എനിക്കൊന്നുമില്ല കിട്ടാൻ. പിന്നെ ഒരു 21 പാട്ടോളം പാടി ഞാൻ രാജാ സാറിന് പല ലാംഗ്വേജായിട്ട്. കുറേ സന്തോഷം. ഓരോ പാട്ടും ഓരോ അനുഭവമാണ് എനിക്ക്. അപ്പം സാർ എനിക്ക് വേറൊന്നും പറയാനില്ല സാർ. ഹാപ്പി ബർത്ത്ഡേ, ഇനിയ പിറന്നനാൾ നൽവാഴ്ത്തുക്കൾ സാർ. സാറിന് മലയാളം അറിയാം, ഹിന്ദി അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ എല്ലാം ഭംഗിയായിട്ട് സംസാരിക്കും സാർ. അപ്പം എന്തൊക്കെയാലും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹാപ്പി ബർത്ത്ഡേ സാർ. ഡിസ്ക്വാളിഫിക്കേഷൻ വല്ലതും ഉണ്ടോ നേരിട്ട് അറിയില്ലെങ്കിൽ? വലിയ വലിയ ആളുകൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാനൊന്നും കാരണം എനിക്ക് സാറിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിട്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞത് മറ്റെല്ലാവരെയും പോലെ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും പഠിക്കാനും. ഞാൻ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് 80s രാജ സാർ ചെയ്തു വെച്ച ചില പാട്ടുകളുടെ ഇൻ്റർലൂഡ്സ് ഒക്കെ കേട്ടാൽ ആ സമയത്തുള്ള ഓഡിയൻസ് അത്രയും ഇവോൾവ് ആയിരുന്നില്ല. മ്യൂസിക്കൽ ടേസ്റ്റിൻ്റെ അല്ലെങ്കിൽ സെൻസിബിലിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ അത്രയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് അദ്ദേഹം എന്തിനാണ് ഇത്രയും ഒരു വേൾഡ് മ്യൂസിക്കിൻ്റെ പല വ്യൂസ്, പല വാതായനങ്ങൾ തുറന്നു കൊടുത്തത്? അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവൻ ഒരു ഏതോ ഒരു ദീപാവലിക്കൊക്കെ 14 സിനിമകൾ ഒരുമിച്ച് റിലീസായ ഒരു വർഷമൊക്കെ ഉണ്ട് രാജ സാറിൻ്റെ. 88 ആണോ അങ്ങനെ എന്തോ 14 സിനിമകൾ. അപ്പം എത്ര, ഒരു 120 പാട്ടെങ്കിലും ഉണ്ടാവും, 100 പാട്ടെങ്കിലും ഉണ്ടാവും ആ സിംഗിൾ ഡേ റിലീസിന്. അപ്പോൾ അത്രയും പാട്ടുകൾ ചെയ്യുമ്പോൾ ഓരോ പാട്ടിനും ദർ ഇസ് സംതിങ് സ്പെഷ്യൽ, ദർ ഇസ് സം ന്യൂ ജോണർ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം. ഇത് എന്തിനാണ് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്ന് നമ്മൾ ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോൾ വേണമെങ്കിൽ വെറുതെ ആ ഒരു പ്രൈം അല്ലെങ്കിൽ ആ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ രാജ സാറിന് ഈസിലി കുറേ അസിസ്റ്റൻസിനെയും കൊണ്ടുവന്നിട്ട് ഓർക്കസ്ട്രേഷൻ്റെ ഭാഗമൊന്നും അറിയുപോലും വേണ്ടാത്ത രീതിയിൽ വേണമെങ്കിൽ ഹി കുഡ് ഹാവ് എക്സിക്യൂട്ടഡ് അല്ലാണ്. പിന്നെ അപ്പോൾ അങ്ങനെയും പാട്ടുകൾ ഉണ്ടാകപ്പെടുന്നുണ്ട്. ഒരു കമ്പോസർ ഡസൻ ഹാവ് ടു പ്രോപ്പർലി നോ എവറിത്തിങ് എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. തിരക്ക് കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ പോലത്തെ ഒരു പീക്ക് ടൈമിൽ പോലും രാജ സാർ വാസ് മെറ്റിക്കുലേറ്റ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി നോട്ട് ഇൻ ഹിസ് സോങ്. ഒരു ജീനിയസ് എന്നുള്ള വേർഡ് ഇസ് ടു സ്മോൾ ഫോർ ഹിം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ രാജ സാർ. ഓക്കെ, അപ്പൊ എന്തായാലും വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. ഇതുപോലെ കുറെ നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചതിനെ തന്നുകൊണ്ടിരിക്കുന്നതിന്, ഈ ഭൂമിയിൽ ജനിച്ചതിനൊക്കെ ഒരുപാട് നന്ദി. സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ, വി ലവ് യു. ഓക്കെ, അപ്പൊ രാജാ സാർ ഒരു ട്രിബ്യൂട്ട് വേണം. ബർത്ത്ഡേ അല്ലേ ഇന്ന്, സാറിനൊരു ട്രിബ്യൂട്ട് കൊടുക്കണ്ടേ നമ്മള്? ഓക്കെ, അതുണ്ടാവും. ചേച്ചി ഏത് പാട്ടാ അതൊന്നും പറയാത്തില്ല. നിങ്ങള് കണ്ടന്റ് എന്ന് പറഞ്ഞ് ചില സർപ്രൈസ് വെക്കാറില്ല ഞങ്ങൾക്ക്, അതുപോലെ ഓക്കെ ശരി. തേടിനേരോ എൻ ജീവ
தென்றலிலே மிதந்து வரும் தேன்மலரே காதல் ஓவியம் பாடும் காவியம் தேன் சிந்தும் பூஞ்சோலை நம் ராஜ்யம் என்றும் ஆனந்தம் பேரின்பம் தெய்வீகம் ஓ லா 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 கண்மணி அன்போட காதலன் நான். கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்லதேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்லதேதி തേടിനേരോ എൻ ജീവൻ രാഹുലേട്ടാ എന്തോ പൊള്ളിയില്ലേ? ഒരു രക്ഷയില്ല. ഇതാണ് ട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ വാട്ട് എ ട്രിബ്യൂട്ട്. ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട്. സുന്ദരനും സുന്ദരിയും ഒളിച്ചിരിക്കുന്നു. ഒരു വലിയ കൈയടി. സുന്ദരൻ സുന്ദരി കൺമണി എല്ലാം ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ രാജാ ഹാപ്പി ബർത്ത്ഡേ രാജാ സർ. അല്ല, നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ഏത് സോങ് ട്രിബ്യൂട്ടിന് ഏത് സോങ് എടുക്കും എന്നുള്ളത് അല്ലേ? അത് വലിയ വലിയ ടാസ്കാ. ഒരു നിവൃത്തിയില്ല. ഞങ്ങള് സാറ് ഇരുന്ന് ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്തു ഒരുപാട് പാട്ടുകൾ. എന്നുവെച്ചാല് സാറ് രാജാ സാറിന്റെ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് മുഴുവൻ സാറ് ഓരോന്നോരോന്നായിട്ട് പറയും. അപ്പം അവസാനം ഞങ്ങള് 4 വെരി പോപ്പുലർ ആയിട്ടുള്ള രാജാ സാറിന്റെ ഒരു ധാരണയിൽ അതായത് ഒരു കടലിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തുണ്ട്. ഒരു തുള്ളി. എനിവേസ് ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ട്രിബ്യൂട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികളുടെ സൈഡിൽ നിന്നുള്ള ഒരു ട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് പാട്ട് കോമ്പറ്റീഷൻ ആണ്. രാജാ സാറിന്റെ പാട്ടാണ് പാടാൻ വരുന്നത്. ചാലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ മെബൂട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം മെബൂട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം മെബൂട്ടൻ. മെബൂട്ടൻ വേണം മെബി വേണം ഇപ്പൊ തീരുമാനിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം റംബുട്ടാൻ. பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நானறியே பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நானறியே பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நானறியே எட்டுல எழுதவில்லை
பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நான் அறியே அர்த்தத்தை விட்டு புட்டா அதுக்கொரு பாவம் இல்ல பழகின பாஷையில படிப்பது பாவம் இல்ல என்னமோ ராகோ என்னென்னமோ தாளோ தலைய ஆட்டோ புரியாத கூட்டோ எல்லாமே எல்லாமே சங்கீதந்தா சத்தத்தில் பிறந்த சங்கதிதா ஷட்ஜமம் என்பதும் தெய்வதம் என்பதும் பஞ்ச பரம்பரைக்கு பிறந்தா பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நான் அறியே கவலை ஏதுமில்ல ரசிக்கும் மேட்டு கூடி சேரிக்கும் சேரா வேணும் அதுக்கும் பாட்டு படி எண்ணியே பாரு எத்தனை பேரு தங்கமே நீயோ தமிழ் பாட்டும் பாடு சொன்னது தப்பா தப்பா சொன்னது தப்பா தப்பா ராகத்து புதுசு என்னதப்பா அம்மி அரைச்சவ கும்மி அடிச்சவ நாட்டு போறத்தல சொன்னதப்பா அம்மி அரைச்சவ கும்மி அடிச்சவ நாட்டு போறத்தல சொன்னதப்பா பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்து நான் அறியே எட்டுல எழுதவில்லை எழுதி வச்சு பழக்கமில்ல இலக்கணம் படிக்கவில்லை தலக்கணமோ எனக்கு இல்ல பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவக நான் அறியே மாப்பதமா பாடறியே படிப்பறியே சரி கம்மா பதமா பாடறியே படிப்பறியே பதனி சனித மக சரி பாடறியே படிப்பறியே சரிக சரிக மக சப்பதம்மா மம்மா பதமா பதனிதம பதனி பதனி சரி கசனிதம் பதனி சன்னித பதனிதம் பதம கம்ம பதம கம்ம கச சாசு 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 சரி கம கம கசனித மாம 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 பதனி சனி சனி தம கச சரி ரி க க மாம பதனி நி ச ரி க ச சனி சனி நி த ம பதனி தனி தம கம கச ரி கம கம பதம பதனி சரி கம கசனி தம க மரி மரி நின்னே ಮೊರಳಿದ ನೀ ಮನಸುನ ದಯರಾದು ಮರಿ ಮರಿ ನಿನ್ನೆ ಮೊರಳಿದ ನೀ ಮನಸುನ ದಯರಾದು ಮರಿ ಮರಿ ನಿನ್ನೆ ಮರಿ ಮರಿ ബേബു എന്തോ ചാലഞ്ച് റൗണ്ട് അല്ലേ Yes. ചിത്ര ചേച്ചിയുടെ പാട്ട് എങ്ങനെയുണ്ടായി? ചിത്ര ചേച്ചിയുടെ വോയിസിൽ പാടി ചിത്ര ചേച്ചിയുടെ വോയിസിൽ പാടി വോയിസ് ഉള്ള പാട്ട് എടുത്ത് അങ്ങനെ. പാടിയപ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാടായിരുന്നാ? പാട് ഈ പ്രത്യേകിച്ച് ഇത് ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത ഒരു പാട്ടും കൂടെയാണ് നമ്മുടെ രാജാ സാറിന്റെ അതെ അല്ലേ? അതെ അതെ. കയ്യിൽ പോയിട്ട് ഈ നോട്ട്സ് ഒക്കെ വരില്ലേ, ആ അത് കുറച്ച് ചാലഞ്ച് ആയിട്ട് തോന്നി. ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ എന്തായാലും രാജാ മോനെ സാറിന്റെ ചിത്ര ചേച്ചി പോലും അങ്ങനെ പറയത്തില്ലടാ. നിനക്ക് മോന്റെ കോൺഫിഡൻസ് ബ്യൂട്ടിഫുൾ. സമ്മതിച്ചു. പാടറിയേ
അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട രാജാ സാറിന്റെ പാട്ട് അല്ലേ? അതെ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. യെസ്, കഴിഞ്ഞിട്ട് പറയണം, മറക്കരുത്. ഇല്ല മറക്കില്ല. ഇപ്പൊ എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ, എന്നാ പിന്നെ ശരത് സാർ ഇവിടെ തുടങ്ങ. മക്കളെ, എന്താ സർ? ചക്കര കുഞ്ഞെ, എന്താ സർ? നന്നായിട്ട് പാടി. താങ്ക് യു സർ. കാര്യം ഇത് ബാക്കിയല്ല, രാജാ സാറിന്റെ ഇപ്പൊ പറഞ്ഞു, ചിത്ര ചേച്ചിയുടെ കാര്യവും പറഞ്ഞു. ഇത് ആരാ എഴുതിയത്? വൈരമുത്തു സർ. ആ, ഇതേതാണ് ഫിലിം? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. ആ, തമിഴിലത് കുഴപ്പമില്ല. സിന്ധു ഭൈരവി, തമിഴില് സിന്ധു ഭൈരവി കേട്ടോ. അപ്പൊ മക്കള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതില് ആ എഴുതി വെച്ച് പഴക്കമില്ല, അതൊന്ന് പാടാമോ? എഴുതി വെച്ച് പഴക്കമില്ല. അത് എഴുതി വെച്ച് പഴക്കമില്ല, പഴക്കമില്ല. എഴുതി വെച്ച് പഴക്കമില്ല. പഴക്കം അത്രയും മതി. അതിന് വേറും പ്ലെയിൻ. എഴുതി വെച്ച് പഴക്കമില്ല, എഴുതി വെച്ച് പഴക്കമില്ല മതി. അതുപോലെ മോനെ, എന്നമോ അതൊന്ന് പാടാമോ? എന്നമോ രാഹോ മോനെ, അത് രാഹോ ഓഹോ, അതല്ല രാഗം. രാഗം അത് ക്ലോസ് ചെയ്താണ് മക്കള്. എന്നമോ രാഹോ. എന്നമോ രാഹോ. ആ, അത് കുറച്ചാ ഇങ്ങനെ ആക്കിയാൽ മതി. അല്ല, രാഹോ രാഹോ അങ്ങനെ ഒരു പുതിയ അതുപോലെ ഇരിക്കും. അതുപോലെ താളം. എന്നമോ രാഹോ, എന്നമോ താളം. എന്നമോ താളോ. ആ, അത് മതി മോനെ. താളോ എന്നാക്കണ്ട. ഓഹോ, പെട്ടെന്ന് കൂട് കുളിരണം. എവിടെയോ ആണെന്ന് ഓർത്തുപോയി പെട്ടെന്ന്. മക്കളെ, ഈ കവല ഏതുമില്ല, അത് പാടാമോ? കവല ഏതുമില്ല, രസിക്കും മേട്ടുകൂടി സേരിക്കും സേരാവേണം. രസിക്കും മേട്ടുകൂടി. രസിക്കും മേട്ടുകൂടി ആ, സേരിക്കും സേരാവേണോ. സേര വേണു, സേരാ വേണു അല്ലടാ, സേര സേര വേണു. സേര വേണോ. അതുക്കും പാട്ട് പാടി എണ്ണിയെ പാரு എത്തന പേര്. തങ്കമേ നീയോ തമിഴ് പാട്ടും പാട്. അടുത്തത് சொன்னது தப்பா தப்பா. ആ മോനെ ഒന്നുകൊണ്ടൊന്ന് ഒരു ഫീലാക്ക്. അത് പാടിയിരിക്കുന്ന കുറച്ച് അതിനകത്ത് ഒന്ന് ആടി മലഞ്ഞ സാരമതി ആണെങ്കിലും അത് മക്കളതൊന്ന് പാടാമോ? ആ, അതിനകത്തുള്ളതാണ് കേട്ടോ. നമ്മൾ അത് ചിലപ്പോൾ ഈ പാടി വരുമ്പോഴേ ആ ഭാവം അതങ്ങനെ നമുക്ക് അതൊരു എക്സ്ട്രാ സുഖം തരും കേട്ടോ മോനെ. അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ പറയും, അദ്ദേഹം പല രാഗങ്ങളിലും പാട്ട് അങ്ങനെ ചെയ്ത് അതിനകത്ത് പക്ഷേ വേറെ എക്സ്ട്രാ നോട്ട്സ് ഒക്കെ കാണും, നമ്മൾ അറിയത്തുമില്ല അത്. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാനത് ദക്ഷിണാമൂർത്തി സ്വാമി അടുത്ത് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലുണരു ഉഷസന്ധ്യയായി, അറിയാമോന്? അറിഞ്ഞൂടാ? ഒന്നും നല്ല പാട്ടൊന്നും കേട്ടിട്ടില്ല കുഞ്ഞ്. എന്നാ പോന്നി ഒന്ന് ഞെക്കി തരുമോ മോനെ? മക്കളെ, മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. ഇതാണ് പാട്ട് തുടക്കം. ഇതിന്റെ ചരണം ലാസ്റ്റില് കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരൂ. കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ. അമൃതവർഷിണിയാണ്, പക്ഷെ ഇത് ജാനകിയമ്മ പാടിയേക്കുമ്പോൾ കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ. ഒരു ഋഷഭവും കൂടെ പാടിയിട്ടുണ്ട് അമ്മ. കാര്യം അമ്മയ്ക്കത് പാടണമെന്ന് തോന്നി. അമ്മയ്ക്ക് അമൃതവർഷിണിയെ കുറിച്ചൊന്നും അമ്മ ബോധവാടല്ല.
അത് പാടണമെന്ന് നാരാനേ പകരൂ. അമൃതവർഷണിക്ക് ഋഷഭം ഇല്ലല്ലോ, ഉണ്ടോ? അത്രേ ഉള്ളൂ. എന്ന് വന്നാൽ അത് മന്ദാരിയാണ് രാഗം, കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, കേട്ടോ. അപ്പം മക്കളെ അത് ആ ഒരു കാര്യം അത് അങ്ങനെ ഒന്ന് എടുത്ത് പാടിക്കോളെ. പിന്നെ മക്കളെ എനിക്കുള്ള ഒരു ഡൗട്ട്, ആ സ്വരം മക്കളെ തക്കും 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 തിക്കും തക്കും ത ആ ഒരു കാലപ്രമാണ് അത്. നമുക്ക് ആ സിങ്കപ്പേഷനകത്ത് നിൽക്കണം. മോൻ പാടുമ്പോൾ അത് കൃത്യമായിട്ട് അതല്ലായിരുന്നു. അതെന്ത് പറ്റി? ഒന്ന് പാടാമോ പാച്ചു? ഒന്ന് വായിച്ചു കൂടെ പാച്ചു, നിനക്ക് ഞാൻ പേയ്മെന്റ് തരാം. സരി ഗമ അവിടെ തൊട്ട് പാടിക്കോ. 1 2 3 4. സരി ഗമ പദമ പാടറിയേ പഠിപ്പറിയേ സരിഗ സരിഗ മഗ സപദമ മമ്മ പദമ പദനി ദമ പദനി അതന്നെ ഓക്കെ മോനെ. ആ തുടക്കം തകം 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 തകട്ട ചക്കട്ട തകട്ട തകട്ട അതെങ്ങനെ കിടക്കണം. നീ കുറച്ച് വലിഞ്ഞു പോയാൽ അതിൻ്റെ ബ്യൂട്ടിയും പോകും, കേട്ടോ. അപ്പം അതൊക്കെ ഉള്ളൂ. അതൊക്കെ നീ ഒന്നുകൂടെ പിടിച്ചാൽ മക്കളെ കൊണ്ട് പറ്റുന്നതാണ്. അത് ഇപ്പം പാടിച്ചു പോകുന്നത് മനോഹരമായിട്ട് പാടി. അപ്പം അത് കുഞ്ഞവിടെ ഒന്ന് ചെറിയ തോതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന തോതിലൊന്ന് ഉഴപ്പി കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നീ കുത്തിയിരുന്ന് പഠിച്ചേക്കുന്നു, അത് നമ്മൾ റിയലി ഐ അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത്. രാഹുലേട്ടാ എന്തെങ്കിലും ചക്കരക്കുട്ടി ബാക്കിയുണ്ടോ പറയാൻ? ഒന്നുമില്ല. ആസ് യൂഷ്വൽ. അപ്പൊ മോനെ എല്ലാം മനസ്സിലായല്ലോടാ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഈ പറഞ്ഞ പോലെ സീമിംഗ്ലി സിമ്പിൾ സോങ്, പക്ഷെ അതിന്റെ ആദ്യത്തെ ഭാഗമൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ആ സിനിമയിലെ സിറ്റുവേഷൻ തന്നെ അങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ ഒരു പ്രേക്ഷകനാണെങ്കിലും ഈ ക്യാരക്ടർ കഥാപാത്രം വന്ന് സ്റ്റേജിലേക്ക് വന്ന് പാടാൻ തുടങ്ങുമ്പോൾ ഇവരെന്താ പാടാൻ പോണേ, ഇത്ര വലിയൊരു മ്യൂസീഷ്യൻ്റെ മുമ്പിൽ ഇവരെന്തായിരിക്കും പാടാൻ പോണേ. ഇവൻ പക്കം വാദ്യം വായിക്കുന്ന ആളുകളും കുറച്ചൊരു പുച്ഛത്തോടുകൂടി ഇരിക്കുന്നത്. മൃദംഗമൊക്കെ എടുത്തു വെച്ച് അവര് പ്ലേ ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്നിട്ട് ഇവർ പാടി തുടങ്ങിയപ്പോൾ അതാണ് ഈ ഇടയ്ക്കൊരു ടക്ക് എന്നൊക്കെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ അവർ വെറുതെ അലസമായിട്ട് എവിടം വരെ പോകുന്ന നോക്കാം, ഒരു പല്ല വീഴുമ്പോൾ നിർത്തും എന്നും പറഞ്ഞ്. പക്ഷേ പിന്നീട് ഇംപ്രസ്ഡ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് പ്ലേയിങ്. അതാണ്. പക്ഷെ ആ ക്യാരക്ടർ കഥാപാത്രം അത് പാടി സിമ്പിളായിട്ട് പാടി വന്ന് ലാസ്റ്റ് അത് സ്വരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവർ അസാധാരണമായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഒരു മ്യൂസീഷ്യനാണ് എന്നുള്ളത് അവിടെയാണ് വെളിവാകുന്നത്. അപ്പോൾ മ്യൂസീഷ്യൻ ആവാൻ ഈ പറഞ്ഞ പോലെ മറ്റേ തെലുഗു ലാംഗ്വേജ് ആ സമയത്ത് എനിക്ക് അല്ലേ മോസ്റ്റ് ഓഫ് ദ കർണാട്ടിക് കൃതീസ് ആർ ഇൻ തെലുഗു, അല്ലെങ്കിൽ അല്ലേ? അപ്പോൾ തമിഴിലൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു ലെയ്മാൻസ് ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത് അവർ. അപ്പോൾ ആ ലാംഗ്വേജിൽ വന്നിട്ട് അങ്ങനെ ഒരു ഒരു പാട്ട് പാടി അത് പക്ഷെ അതേ ആ ഒരു ബൃഹത്തായൊരു ലെവലിൽ തന്നെ കൊണ്ടുപോയി അത് അവസാനിപ്പിച്ചു. അതാണ് ക്യാരക്ടറിൻ്റെ ബ്യൂട്ടി. അങ്ങനത്തെ ഒരു പാട്ട് മോൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ സ്വരങ്ങളൊക്കെ പാടിയപ്പോൾ പഠിച്ചപ്പോൾ ഇത്തിരി ടഫായിരുന്നു. പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് ടഫായിരുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതായി അല്ലേ? അപ്പോൾ അഗെയിൻ ആ താളത്തിൻ്റെ ഒരു സിങ്കോപ്പേഷൻ ഇല്ലേ, അതൊക്കെ ഈ പറഞ്ഞാൽ ആ താളം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മളത് ജസ്റ്റ് ട്യൂൺ പഠിച്ച് പാടണ പോലെ ആവാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോനാണെങ്കിലും ഇപ്പോൾ ഈ സ്വരം ഒരു പക്ഷേ മനോധർമ്മമായിട്ട് പാടാൻ പറ്റില്ലായിരിക്കും. അതേ മൈൻഡ് സെറ്റാണ് ആ ക്യാരക്ടറിന് പോലും അല്ലേ നമ്മൾ കാണുമ്പോൾ. പക്ഷെ ആ സ്വരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു വാവ് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എവിടേക്കോ ഈ പറഞ്ഞ പോലെ താളത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു. അതർവൈസ് മോൻ തകർത്തു മോനെ. മെബിൻ എനിക്ക് അറിയാലോ, മെബിൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയാണ് എന്ന് എനിക്കറിയാം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. ഗോഡ് ബ്ലെസ് യു. റൗണ്ടിലെ ഗോൾഡൻ മൈക്ക് കൊണ്ടാ പോയെ. ഓഹോ, ഞാൻ പറഞ്ഞു ആണല്ലേ? ഓക്കെ എന്തെങ്കിലും ബാക്കിയുണ്ട്? എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഓർമ്മ വന്നു തോന്നുന്നു. അല്ലല്ല, നമ്മൾ രണ്ടും പറയാത്ത എവിടെ നിന്ന് പിടിക്കും? ഇമോഷണൽ ഏരിയ ഞാൻ പിടിച്ചു. ഇനി ഞാൻ എന്ത് പറയുന്നൊക്കെ ഞാനൊരു കയറായിട്ട് തോന്നിച്ചവിടെ. ഞാൻ ആദ്യം പറയട്ടെ, പാറുവിന്റെയും മോന്റെയും കോസ്റ്റ്യൂം ഏകദേശം ഒരേ കളർ, നല്ല മാച്ച് ആയിട്ടുണ്ട്.
അസാധ്യം. കണ്ടോ, അതിനെ ഇതാരും പറഞ്ഞില്ല. ഇടിക്കാനോ? ചേച്ചി കണ്ടുപിടിച്ചത്. സ്കോർ 1. ഫാഷൻ സെൻസിൽ പിടിച്ചു. സൂപ്പർ സൂപ്പർ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്. അപ്പം മോൻ്റെ പ്രായത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ സ്റ്റേജിൽ പാടി നമുക്കൊരു പഠിത്തമാണ് ശരിക്കും ഈ ഒരു പാട്ട്. അപ്പം എന്താ പറയുക, നമുക്ക് സ്റ്റേജിൽ പാടുമ്പോഴും ഒരുപാട് പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് ഈ പറയുന്ന പാടറിയൻ എന്ന പാട്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് തലക്കനം പാടില്ല, നമ്മളെപ്പോഴും വിനയം ഉള്ളിലുണ്ടാകണം, അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പാട്ടിനകത്ത് പറയുന്നതും. മോനത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത്? കുറച്ചൊക്കെ. ഇനി അങ്ങോട്ട് പാടുമ്പം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പാടിയ കുറച്ചുകൂടി എളുപ്പമാവും അതിന് ഇമോഷൻസ് കൊണ്ടുവരാൻ. ഓക്കെ, അതല്ലാതെ ഇപ്പം ശരത് സർ പറഞ്ഞു, ശരത് സർ എന്ത് ഭംഗിയായിട്ട് അറിയാം. ഞാനതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, ആ മരി മരി നിന്നെ പാടിയത്. സൂപ്പർ സർ. ചേച്ചി വേണമെങ്കിൽ ഒന്ന് try ചെയ്തോളൂ. എന്ത് അസാധ്യമായിട്ട് ആ പാടുന്നു. ചേച്ചി ആ സ്വരങ്ങളൊന്ന് ഇപ്പൊ ആ കുട്ടി അസലായിട്ട് പാടി വെച്ച അത് ഓൾറെഡി കുറെ കീറി മുറിച്ചു അതിനെ. നിനക്ക് കേക്കണ്ടേ ചേച്ചി പാടുന്നത്? എനിക്ക് മോനെ ഇതിലിപ്പം സാറ് പറഞ്ഞില്ലേ, ആ സ്വരം പറഞ്ഞില്ലേ, അത് കുറച്ച് ഈ ഒരു പിടുത്തമുണ്ട്, ഒരു അതിങ്ങനെ മുറുക്കിയാ പാടുന്നത് മോനെ. അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി വിടണം കേട്ടോ ആ സ്വരങ്ങള്. സ സ രിഗ സരി ഗമ ഗ സ പദമ സ സ രിഗ സരി അങ്ങനെ ഇങ്ങനെ പോകുന്നത്. ആ താളം ഓക്കെ, പക്ഷെ അതുപോലെ പോകണ്ട. ആ താളം മനസ്സിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അതിനെ ലൂസാക്കി വിടണം ആ സ്വരങ്ങളെ. ഓക്കെ, അത് മാത്രമേ എനിക്കിതിലൊരു പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു തോന്നല് വന്നത്. അപ്പൊ ഇനി മാർക്സ് ചേച്ചി മാർക്ക്. യെസ് മെബുട്ട, ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു മാം. ചേച്ചി. ശരത് സർ മകൾ ഒരു മിനിറ്റ് വരാമോ? ഓ വരണോ? ഞാനാണോ? അല്ല ആ മക്കളല്ല, ഇപ്പുറത്ത്. ഗോൾഡൻ കേക്ക്. കപ്പ് കേക്ക് ആണോ? അതെ, അത്രേ ഉള്ളൂ. അവൻ പലതും പ്രതീക്ഷിച്ചു. അല്ല, ഇവിടെ ഒരു ബാങ്ക് ഓഫ് ശരത്ത് ഉണ്ടായിരുന്നു. പാട്ട് ഇഷ്ടായ കാശ് ഇങ്ങനെ എറിയുമായിരുന്നു. ആണോ? ആ എന്റെ അമ്മേ. ഞാനും ഒതുക്കത്തിൽ 1000 രൂപ എടുത്ത്. ആണോ? മക്കളെ ഞാൻ ശക്തമായി പോരാടി. അവർക്ക് മാത്രം എന്തുകൊണ്ട് പൈസ തന്നു. അപ്പൊ എനിക്ക് പോക്കറ്റിൽ നിന്ന് 2 തവണ 500 രൂപ തന്നു. എനിക്ക് വയ്യ. കള്ളനോട്ടായിരുന്നു. ഇതെന്താ? കള്ളനോട്ടായിരുന്നു. മക്കളെ അതെന്തിനാ തന്നത്? കഴിക്കാൻ. കളിക്കാനോ? കഴിക്കാൻ അല്ല, ഇനി ഇത് വിഴുങ്ങിയാ മതി, അക്ഷരങ്ങൾ വിഴുങ്ങരുത്. ഓക്കെ, 8.6 മാർക്സ്. ഓ മൈ ഗോഡ്. ചേച്ചി പോവാണോ? ഈ കേക്ക് കഴിച്ചിട്ട് കേക്കാം. നീ ആദ്യം പറഞ്ഞ കേക്ക്, പിന്നെ ആ കേക്ക്, പിന്നെ പൂ കേക്ക്. ഇവര് വെറുതെ അല്ല ഗോൾഡൻ മൈക്ക് കൊടുത്ത്. അതെ, കേക്ക് കഴിച്ചിട്ട് കേക്കാന്ന്. എന്താ സർ? 8.6. താങ്ക് യു സർ. സോ ടോട്ടൽ 25.8. അടിപൊളി. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാണ്. പാടാൻ വരുന്നു നമ്മളുടെ സർഗകുട്ടി. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരി തെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. സർഗ, എന്തോ ഇതാരാ? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലെന്ന് തോന്നാൻ സാറ് കാവിലെ പകുതി നേരിട്ട് എടുക്കില്ല. എങ്ങനെ ഉണ്ടാവും മോഡുലേഷൻ? കൊളമാക്കി കഴിയുന്നത്. സാറ് സർഗ അടിപൊളി, നല്ല സോങ് സെലക്ഷൻ. ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയല്ലേ. മൊത്തത്തിലെ കണ്ടസ്റ്റൻസിന്റെയും ഓർക്കസ്ട്ര ഒരു കൊളാബറേഷൻ ആയിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. നിങ്ങളുടെയും കൂടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണമായിരുന്നു ഇവിടെ. അതെ, ശ്രീതേട്ടാ കലക്കി, അടിപൊളിയായിരുന്നു. തകർത്തു ഓർക്കസ്ട്ര അല്ലേ? അതെ അതെ, സൂപ്പർ എല്ലാരും. കോറസ് പറയേണ്ട കാര്യമല്ലേ, ഭദ്രയ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ. ഈ പാട്ട് പല വേദികളിലും ആൾക്കാർ പാടാറുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ആരും ചെയ്യാറില്ല. അത് ഭദ്രി ചെയ്തു.
അവൻ കോസ്റ്റ്യൂം വരെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ വന്ന്. ഓ മൈ ഗോഡ്. അതിന്റെ മോളെ നീ നന്നായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ, സൂപ്പർ. സൈഡിൽ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു കണ്ടക്ടർ, അർജുൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. മോനും പാടിയില്ലേ? ഓ പാടി. നന്നായിരുന്നു മക്കളെ. എവിടാന്ന് മനസ്സിലായില്ല, പക്ഷെ നന്നായിരുന്നു. ഓ പാടി. ഓ പാടി. പക്ഷെ കൊള്ളായിരുന്നടാ, നിങ്ങൾ 3 പേരും കലക്കി. ഓക്കെ, അപ്പൊ സർഗക്കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ചേച്ചി. സർഗക്കുട്ടി നന്നായിട്ട് പാടി. താങ്ക് യു മാം. എന്നാൽ സർഗക്കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭയം എവിടെയോ ഒളിഞ്ഞിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് വെറുതെ തോന്നിയതാ. വേണമായിരുന്നു. എന്ത് ചോദിച്ചാലും ഇല്ലാന്ന് പറയണം. ഈ അനുപല്ലവിയും ചരണമൊക്കെ തുടങ്ങുന്ന സ്ഥലത്തൊരു ധൈര്യക്കുറവ് എനിക്ക് തോന്നിയത്. പാടുമ്പോഴത്തേക്ക് ആ എവിടെയാ തുടങ്ങേണ്ടത് എന്നുള്ള ഒരു വെപ്രാളം ഇവിടെ തന്നെയാണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ പോകുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സോങ് ആ ആദ്യം വന്ന കോൺഫിഡൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കേട്ടോ മോള്, നന്നായി പാടി. ഇത് ഒന്നാമത് അത്രയും ലാസ്യമായ പാട്ടാണ്, ഒരുപാട് ഒഴുക്കുകളും ഒരുപാട് ഗാംഭീര്യമുള്ള ഒരു പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് മൈ ഗോഡ്, മാജിക് ആണ് ഈ പാട്ടിനകത്ത്. അത് എല്ലാ റേഞ്ചിലും. ആ ബേസ് വോയിസ് ഒക്കെ അദ്ദേഹത്തിന്റെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ്. ഒന്നാമത് നല്ല ഒരു ഔട്ട്ഫിറ്റ്, ഇതിന് പറ്റിയ ആ ഒരു റെഡ് കളറ്. ആ മൂവി മുഴുവൻ, ഈ പാട്ട് മുഴുവൻ അങ്ങനത്തെ ഒരു റെഡ് ലൈറ്റ് അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ പെർഫോമൻസ് ശരിക്കും ഓർക്കസ്ട്ര, കോറസ് മോളും ഗംഭീരാക്കി. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെറ്റുകൾ ഞാൻ എഴുതിയിട്ടില്ല, കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് തുടങ്ങി വന്ന സമയത്തൊന്ന് കുറച്ച് ഫ്ലാറ്റായ മാതിരി എനിക്ക് 2-3 സ്ഥലത്ത് അങ്ങനെ തോന്നി. അതും കൂടി ഒന്ന് സ്റ്റഡി ആയിരുന്നെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പർ പെർഫോമൻസ്. ഐ ലവ് ഇറ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ, എന്തോ ബ്യൂട്ടിഫുൾ സോങ് ഡാ, ഉഗ്രം പാട്ട്, ഒരു വല്ലാത്ത വൈബാണ് ഇത് കേൾക്കുന്നത്. നമുക്കത് ആരായി സെലക്ട് ചെയ്തന്നെ? ഞാനും അച്ഛനും അമ്മയും കൂടി സെലക്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ, ആരൊക്കെയാണ്? ഇത് സിനിമ അനന്തഭദ്രം, ആ മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ്. ഇനി എന്ത് വേണം മോളെ? ആ ഒരു കോമ്പിനേഷൻ തന്നെ പോരെ. ഇത് അണ്ണാച്ചി എഴുതി വെച്ചേക്കുന്നത് അസാധ്യം, ഒരു നിവൃത്തിയില്ല. ആ വൈബേ സൂപ്പർ. മോളെ, ഞാൻ ഈ പാട്ട് നീ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. തിരനുരയും എന്ന് പറഞ്ഞ ആ ദാസേണ്ട ഇടിവെട്ട് ശബ്ദത്തിൽ കേക്ക് ഈ കൊച്ച് എന്തായിരിക്കും ഈ പാടുന്നത്, എങ്ങനായിരിക്കും എന്ന് ഞാനിങ്ങനെ വിഷമിച്ചു സത്യത്തിൽ. ആ തുടക്കം തന്നെ അതിൻ്റെ ആ ഒരു ഗും കിട്ടുമോ എന്ന് ചോദിച്ചു, പക്ഷെ അത് കിട്ടിയടാ. ഈ പാടി തുടക്കമൊക്കെ മനോഹരമായിരുന്നു മോളെ. പിന്നെ ഈ വെണ്ണിലാവിൻ്റെ അവിടെ ശരിയാവാത്തൊരു അവസ്ഥ അവിടെ വന്നപ്പോഴത്തേക്കും വോയിസ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു. അതെങ്ങനെ? അത് ചെറുതായിട്ടോ? ആ ഒരു ഹൈ പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് വോയിസ് ആണ്, പിന്നെ വീണ്ടും ഓക്കെ. നോ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, സ്വീകാര്യമല്ല. അത് ഞങ്ങൾ സ്വീകരിക്കത്തില്ല. മകൾ അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? ആ ഒരു 2 ലൈൻ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാടു നീ. മോളെ, ആ ഗ്ലൈഡ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നാക്ക്. തീരിനി നാരേ കൃത്യതയോടെ ഒന്ന് പാടിക്കേ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. ഓക്കെ, ഇപ്പോൾ ഒരുവിധം അതൊരു ആടിക്കളിച്ചിരുന്നു മക്കള് പാടുമ്പോൾ. പിന്നെ എനിക്ക് ആ സ്വരം ഒന്ന് പാടാമോ? ചുമ്മാ അതൊരു വികാരത്തിന്. സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനി സ മദനി സനി സ മദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നി സ നി സ ധനി ധനി മദ മദ ഗമ ഗമ രി ഗ രി ഗ സരി സരി നി സരി സ നി സരി സ ധ നി സ ധ മ നി ധനി സ ഗമ. നൈസ്. അതെന്തായിരുന്നു ഈ പാടി വന്നപ്പോൾ എന്തായിരുന്നു ആക്ഷൻ മോളെ?
ഒന്നുകൂടെ പാടാമോ? എനിക്ക് അത് ഒന്നുകൂടെ കാണാൻ ആഗ്രഹം. ആക്ഷനോ? ആ അല്ല, പാടുമ്പോ അത് വരും നിനക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്. നിസ നിസ ധനി ധനി അവിടെ തൊട്ട് പാടും. അവൾക്കെന്നെ ഓർമ്മയില്ല അത് വരും. ഇപ്പൊ നീ നോക്കിക്കോ. ആ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നിസരി സ നിസ നിസരി സ നിസരി സദ നിസ നിസരി നിസരി സ നിസരി സ നിസരി സ നിസരി സദ നിസദ മാ. പക്ഷെ അത് നല്ലതായിരുന്നു. അല്ല, കുറച്ചൊക്കെ നമ്മൾ ഈ ഫിസിക്കലി ചിലർക്ക് അതൊരു ശീലമാണ്. നമ്മൾ താഴെ പാടുമ്പോൾ ഇങ്ങനെ കൈയാക്കി അത് കുറേ ഹെൽപ്പ് ചെയ്യും നമ്മൾ പാട്. അത് അങ്ങനെ ആക്കിയില്ലെങ്കിലും പാടാൻ പറ്റും. അത് വെറും മാനസികമാണ്. അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. നമുക്ക് പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നില്ല പാടാൻ പറ്റത്തില്ല, പറ്റും. പക്ഷേ എങ്കിലും അതൊരു ഫീലാണ്. അപ്പോൾ അതൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഇത് അവിടെ ഇവിടെ ഒരു ചേർച്ചക്കുറവ് മോള് തീ അതൊക്കെ കൃത്യമാവണം അവിടെ ആകട്ടെ. അവർ കുറച്ചും കൂടെ ക്ലാരിറ്റി. മോള് നന്നായിട്ട് പാടി കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സരി ഗമ ഗമ സരി അത് ഒന്നും നോക്കണം. സരി ഗമ ഗമ സരി ഗമ ഗമ എന്ന് പാടരുത് കേട്ടോ. അത് ചിലപ്പം വന്നു പാടാം, നമുക്ക് അറിയാം. നമ്മളിതിന് ചിലപ്പോൾ നമ്മൾ എത്ര പഠിച്ചു വെച്ചാലും ചിലപ്പോൾ തെറ്റിപ്പോകാൻ പാടും. അതൊരു വിഷയമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ല, പിന്നെ എനിക്ക് പാറുവിൻ്റെ അടുത്തൊരു ചോദ്യം. നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ ഞാൻ തരാം, ഉറപ്പായിട്ട്. നേരത്തെ പറയേണ്ടിരുന്ന ചോദ്യം ഉത്തരം പാസ് ചെയ്ത് ഇങ്ങോട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ. അതല്ല ഞാൻ ചോദിക്കാം. ഹെൽപ്പ് ചെയ്താ ഞാൻ 1000 രൂപ കമ്മീഷൻ. ഒരിക്കലും രാഹുല ചെയ്യത്തില്ല. 1000 രൂപ. പാറു, ഈ ഫിലിമുമായിട്ട് എൻ്റെ വലതുവശത്തിരിക്കുന്ന ആൾക്കൊരു ബന്ധമുണ്ട്. ആ മിണ്ടരുത് ഡേ ഉടനെ. അത് നല്ല കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് പറയണ്ട, അറിഞ്ഞും കൂടെ പറയൂ. അവള് വെയിറ്റ് ചെയ്യാൻ എനിക്ക് 5000 കിട്ടുന്നു. നമുക്ക് കിട്ടത്തില്ല കേട്ടോ, മക്കൾ ഇങ്ങോട്ട് തരേണ്ടി വരും ഉത്തരം പറഞ്ഞു. ബന്ധം എന്ന് പറയുമ്പോ പാട്ടില് ബന്ധം പിന്നെ അല്ലാതെ മഞ്ചേരിയായിട്ട് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ബന്ധമാണോ പാട്ടിന് മുന്നേ ഉള്ള ബന്ധം? അതൊന്നും പറയില്ല. അങ്ങനെ പറ്റത്തില്ല. എന്നാ പിന്നെ എല്ലാ ഉത്തരം അങ്ങ് പറഞ്ഞാൽ ട്രാക്ക് പാടിണ്ടോ? ഒന്നും പറയില്ല. അതൊന്നും പറയാതെ. ട്രാക്ക് പാടിയതൊരു ബന്ധമായിട്ട് ഞാൻ കണക്കി കൂട്ടത്തില്ല. അല്ലാതൊരു സീരിയസ് ബന്ധമുണ്ട്. നീ ഇത് പറഞ്ഞില്ല ഡെഫിനറ്റ്ലി. ഇപ്പം മഞ്ചേരി എന്നുള്ള ആൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിംഗർ അല്ലേ. അപ്പം ഇത് എന്താണെന്നുള്ളത് പറഞ്ഞില്ല, ഡെഫിനറ്റായിട്ട് മഞ്ചേരി പിണങ്ങും, ഉറപ്പായിട്ടുള്ള കാര്യം, സത്യം. ചെയ്തോ അണ്ണ? എനിക്കുണ്ടൊരു ബന്ധം ഈ സിനിമയായിട്ട്. ആദ്യമായി പോയി കണ്ടു. അല്ല, ഒരു ബന്ധമുണ്ട്. എല്ലാ ക്ലൂവും തന്നു, എന്നിട്ട് മനസ്സിലായി പാട്ടില് ബന്ധമൊന്നുമില്ല. ഈ പാട്ടിലല്ല, ഈ പടത്തിൽ അനന്തഭദ്രമായിട്ട് ബന്ധമുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, മഞ്ചേരി ഡെഫിനറ്റായിട്ട് നിന്നെ ഇപ്പോൾ അയ്യോ ചക്കര എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന് പിണങ്ങും, ഉറപ്പായിട്ട് പിണങ്ങും. ഇതില് വേറെ പാട്ട് പാടി ഉണ്ടാവും ചേച്ചി. അത് അടിച്ചങ്ങ് പറയൂ, അല്ല പാടി കാണും. പാട്ട് പാടിയിട്ടുണ്ട് ഈ സിനിമയില്. അതാണ് ഞാൻ ഇതിലെല്ലാം പാട്ട് അല്ല പാട്ട് പാടിയേക്കും. ചേച്ചി എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു കാര്യം പറയാം മഞ്ചേരി, ഇനി ഇവളെ കൊഞ്ചിക്കാൻ പോകരുത്. മഞ്ചേരി പിണങ്ങണം. ഞാനാണെങ്കിൽ അവൾക്ക് ഒരു ഡെഡിക്കേഷൻ ചെയ്യാം. ചക്കരെ നീ ആയിട്ട് മഞ്ചേരി ഉടക്കി പിണങ്ങി, അതിന് നിനക്കൊരു ഡെഡിക്കേഷൻ. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്, ചേച്ചി ഉടക്കൊന്നുമില്ല. ഉടക്കും ഇപ്പം തന്നെ ഉടക്കി പിണങ്ങി. ആദ്യമായിട്ട് ഞാൻ MG രാധാകൃഷ്ണൻ സാറിന് വേണ്ടി പാടിയ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നു. ഇല്ല, പക്ഷേ അവക്കറിയില്ല. ഈ പാറുമായിട്ടുള്ള പിണക്കം മാറിയോ? ഞങ്ങളെ പിണക്കൊന്നുമില്ല. സോറി ചേച്ചി, എന്നോട് ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ല. പിണക്കം എത്ര തവണ ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ടല്ലേ ചോദിച്ച പിണക്കമാണോന്ന്. പിണക്കമാണ് എന്നല്ലല്ലോ പറഞ്ഞത്. എന്റെ മഞ്ചേരി പെട്ടെന്ന് ടെൻഷൻ ആയി പോയി. പേടിക്കണ്ട. രാഹുൽ രാജിനൊരു ബന്ധമുണ്ട്, പറയൂ പാറു. ഇല്ല, രാഹുൽ പിണങ്ങും. നിങ്ങളിങ്ങനെ ബന്ധുക്കളായ പറയുന്നില്ല. അയ്യോ, അത് വെളി പറയാൻ കൊള്ളരുതാത്ത ബന്ധമാണ്. ചോട്ടാ മുംബൈ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമ ആയേക്കാമായിരുന്ന ഒരു സിനിമയാണത്. ഓ, പക്ഷെ അത് ആവാഞ്ഞതുകൊണ്ട് നന്നായി. നല്ല കുറച്ച് പാട്ടുകളും മലയാളത്തിന് കിട്ടി. അങ്ങനെ ഒരു അത് അല്ല, അതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് രാജുവേട്ടനാണ്. ചോട്ടാ മുംബൈയുടെയും പ്രൊഡ്യൂസർ രാജുവേട്ടനാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ രാജുവേട്ടൻ ഓർക്കും. കാരണം അത് കഴിഞ്ഞിട്ട് അയ്യോ മോനെ അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചോട്ടാ മുംബൈ സംഭവിക്കുന്നതൊക്കെ. അപ്പൊ അതൊരു ഓർമ്മ. യെസ് മോളെ, വളരെ കാവ്യാത്മകവും സംഗീതാത്മകവുമായ
ഒരു സർഗാത്മക സൃഷ്ടിയെ വളരെ സർഗാത്മകമായി അവതരിപ്പിച്ചു. ഇവിടെ സർഗ SP നായർ. രണ്ടുപേരും ജഡ്ജ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതൊക്കെ ആലോചിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി. കൊറേ സമയം കിട്ടിയില്ല. കുറെ സമയം ഉണ്ടായിരുന്നു അതിനുള്ളിൽ ആലോചിച്ചു വെക്കാം. ആ തുടക്കം ഞാൻ എന്ത് പറയണം. എന്തായാലും ഇവരെല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും മോളെ ഒരു കാര്യം, ഈ ഓർക്കസ്ട്ര മോളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. ഇത് വലിയൊരു കയ്യടി. ആദ്യമേ പറഞ്ഞു നടന്നാൽ പോലും പറയാണ്, ഈ പാട്ട് പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. വേണമെങ്കിൽ നമുക്ക് കവർ വേർഷൻ എന്നൊക്കെ പറഞ്ഞ് തക്കിട തരിയുടെ കോഡ്സ് ഇട്ട് വിടാം. പക്ഷെ അതല്ല, വാട്ട് എവർ ഇസ് ഇൻ ദ സോങ് എക്സാക്ട്ലി റീപ്രൊഡ്യൂസ് ചെയ്തു. എന്ന് ജതികളാണെങ്കിലും കോറസ് ആണെങ്കിലും ശരിക്കും നമ്മൾ ആ ഒറിജിനൽ റെക്കോർഡ് കേൾക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട്, നമുക്ക് ആ പുകമറ മോൾക്ക് കിട്ടി എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഈ പാട്ട് വിത്തൗട്ട് ദിസ് സപ്പോർട്ട് മോക്ക് ഇങ്ങനെ ഒരു പക്ഷെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു, അത് മഞ്ജരി പറഞ്ഞു. അതുപോലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈവൻ ഷീ ടോൾഡ് ദ സെയിം തിങ്. അതായത് ആ ഒരു വലിയ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കുറേ സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ്. നമുക്ക് ചിന്തിക്കാൻ, തെറ്റ് കണ്ടുപിടിക്കാൻ, അണ്ണാച്ചി പക്ഷേ തെറ്റുകൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ. പെട്ടെന്ന് നമുക്ക് അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാണ്ട് ഒരു 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 നല്ലൊരു ഷോ കാണുന്ന പോലെ മോള് പാടിയത് കാണാൻ പറ്റി. അത് തന്നെ ബ്യൂട്ടിഫുൾ കാര്യം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു രാഹുലേട്ടാ. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാം. ഓക്കെ, ശരത് സാർ 8.7 മോളെ മാറി. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. രാഹുലേട്ടാ ഞാൻ 8.7 വെച്ചിട്ട് ഒരു ഓർക്കസ്ട്രയ്ക്ക് ഒരു 0.2 കൂടെ കൂട്ടി കേൾക്കാം. 8.9. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഷോ കാണുന്ന പോലെയുള്ള ഒരു സംഭവമായിരുന്നു. 8.9. താങ്ക് യു. ടോട്ടൽ 26.5. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ ബാബുക്കയുടെ റൗണ്ടിലേക്ക് പോണ്ടേ? പിന്നെ വിളിക്കട്ടെ നമ്മുടെ എനർജറ്റിക് ധ്രുവ മോൾ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. ധ്രുവമോൾ എന്തോ ഭയങ്കര ക്യൂട്ടായിട്ട് പാടി. അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും കെട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനും. താങ്ക് യു. എങ്ങനെ ഉണ്ടായി? സോങ് സെലക്ഷൻ ഒക്കെ പാടായിരുന്നോ? അങ്ങനെ ചോദിച്ചാ ഞാനും ഗ്രൂമേഴ്സും കൂടെ ഒക്കെ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഡ്രസ്സോ? ഇത് ഷർണി ആന്റി ചെയ്തത്. ഓഫ് കോഴ്സ്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി ധ്രുവ, എന്തോ കുട്ടിക്കുപ്പായൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഒരു എന്താ നല്ല ഫ്രില്ലുള്ള ജിൽ ജിൽ തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഈ പാട്ടിന് വേണ്ടി സെലക്ട് ചെയ്താണോ? ഇല്ല, ഇത് അനുഷ്ക ചേച്ചിയുടെ അമ്മ തയ്ച്ചതാ. ഈ ബോയ്ക്കോ? ഈ സംഭവം അതെ, അത് ഞാന് ചെയ്തത്. മീൻസ് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചു. എന്താ ഇഷ്ടം? ഫാഷൻ ഡിസൈനിങ് ആണോ? അങ്ങനെ സ്റ്റൈലി ഇഷ്ടം. എന്താണ് മോളുടെ ഒരു കൊച്ചു സ്വപ്നം? IPS ഓഫീസർ. കൊച്ചു സ്വപ്നം. ഫാന്റാസ്റ്റിക്. അതൊരു വലിയൊരു സ്വപ്നമാണ്. രാഹുലെ പേടിക്കണം. അതിനു വേണ്ടി നല്ലോണം പഠിക്കണ്ടേ? നല്ലോണം പഠിക്കും. വെരി ഗുഡ്. ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടി പറയുന്ന കേൾക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് യു മോൾ. പിന്നെ പാട്ട്, ഒരു കൊച്ചു കുട്ടി കൊച്ചു സുന്ദരമായ ശബ്ദത്തിൽ മനോഹരമായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ താങ്ക് യു മാം പോലെ ഒരു കൊച്ചു സ്വപ്നം നല്ല രസമായിട്ടുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ചില സംഗതികളൊക്കെ ജാനകി അമ്മയുടെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മോള് പഠിച്ചു, മോളുടെ രീതിയിൽ അത് പാടാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പം അത് ശ്രമം മോശമായില്ല. നല്ല രീതിയിൽ അത് പഠിച്ച് പാടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ മാത്രമാണ് ഒന്ന് പതറിപ്പോയത്, ഒന്ന് സ്ലിപ്പായി പോയത്. അത് അറിയാം, മോക്കേനെ അറിയാം അല്ലേ? എവിടെയായിരുന്നു? ചരണത്തില് പല്ലവിയിലോ? ഒന്ന് ശ്രുതി കൊടുക്കുമോ? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാ. കുറച്ചുകൂടെ ബെറ്റർ ആയി അത്. അതുപോലെ മോളൊരു നോക്കു കാണാൻ, അതൊന്ന് പാടും. ഒരു നോക്കു കാണാൻ, ഒരു നോക്കു കാണാൻ, ഒരു നോക്കു കാണാൻ താര, ഒരു നോക്കു കാണാൻ.
ഒരുമിച്ച ദുഃഖത്തിൽ ഒരുമിച്ച ദുഃഖത്തിൽ ഇപ്പൊ അത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി. അപ്പൊ പതുക്കെ പാടി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പാടാൻ എളുപ്പമാവും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ഈ ഇതിൽ കുനുകുന കുറേ സംഗതികളുണ്ട്. ഈ കൊച്ചു പ്രായത്തില് കൊച്ചു സ്വപ്നവും കൊണ്ട് നടക്കുന്ന ഈ കൊച്ചു കുട്ടിക്ക് ഇത് പാടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. വലിയ സ്വപ്നമാണ് IPS. അല്ല, അത് കൊച്ചു സ്വപ്നമാണല്ലോ ഇപ്പോ കൊച്ചു കുട്ടിയുടെ തലയിൽ. അപ്പൊ അത് വളർന്നു വരണം ഇനി. വലിയ സ്വപ്നം. അതെ അതെ. അപ്പൊ ആ ഒരു കൊച്ചു ബ്രെയിനകത്ത് പല രീതിയിലുള്ള സംഗതികളും കൊണ്ടുപോയി എത്തിച്ച് അത് തട്ടിത്തടഞ്ഞ് വീഴാത്ത വിധത്തിൽ മോള് പാടി. പക്ഷെ ചില സ്ഥലങ്ങൾ നമുക്കത് മനസ്സിലാവും. ഏതായിരുന്നു ആ സ്ഥലം? വേറൊരു സ്ഥലം കൂടെ, അരികിൽ ഞാൻ അതൊന്ന് പാടുമോ? അരികിൽ അരികിൽ ഞാനിപ്പോൾ, അങ്ങനെയല്ലേ സർ? അരികിൽ ഞാനിപ്പോൾ. അത് ഓക്കെ, അത് നല്ലതാ. അല്ല, അതാണോന്ന്? അരികിൽ ഞാനിപ്പോൾ, അരികിൽ ഞാനിപ്പോൾ, അരികിൽ ഞാനിപ്പോൾ, അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അതൊക്കെ നന്നായിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം മോള്. അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. രാവിലെ മോളെ എന്താ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നമുക്ക് ഇതിലും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പാട്ട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത്ര കറക്റ്റായിട്ട് മോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പ് പോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പാട്ടാണ് അല്ലേ? ചെറിയൊരു കാര്യം മഞ്ജരി ചേച്ചി പറഞ്ഞു തന്നല്ലോ, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളുള്ളൂ. ബട്ട് അതർവൈസ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ആ പാട്ട് കേട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ബബിൾസ് ഒക്കെ വരണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ശരിക്കും ഈ സ്വപ്നത്തിലോ വല്ലതും ആണോ തട്ടിയൊക്കെ നോക്കി. ലിറ്ററലി നമ്മുടെ ഈ സെറ്റിൽ നിന്ന് വരുന്ന ബബിൾസ് ഉണ്ടല്ലോ, അത് കുറേ ഇങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും ഇനിയിപ്പോൾ സ്വപ്ന ലോകത്തെല്ലാം ആണോ, വല്ല മാലാഖയാണോ ഈ പാടുന്നതെന്നൊക്കെ വിചാരിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ കേട്ടോ. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ശരത് സർ. മക്കളെ എന്തോ നല്ല പാട്ട്, എന്ത് സുഖമുള്ള പാട്ട്. ഇതാരാ? ഇത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല മക്കള്, അത് കേക്കട്ടെ. എഴുതിയത് ഭാസ്കരൻ മാസ്റ്റർ, പിന്നെ പാടിയത് ജാനകി അമ്മ, മ്യൂസിക് ചെയ്തത് ബാബുക്ക. നമുക്ക് റൗണ്ടാണല്ലോ. അപ്പൊ നമുക്ക് ഈ അരികിൽ ഞാൻ അത് ആദ്യത്തെ ഒന്ന് പാടാമോ മോളെ? അരികിൽ അല്ലല്ല, അതരികിൽ ഞാൻ, അത് അരികിൽ ഞാനിപ്പോൾ, താനിപ്പോൾ, അരികിൽ ഞാനിപ്പോൾ, മക്കളെ ഞാനി, അത് വേണ്ട മോളെ, ഞാനിപ്പോൾ, ഞാനിപ്പോൾ, നമുക്ക് അറിയാം, കാര്യം അറിയാം അല്ലേ? പക്ഷെ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ മക്കളെ പിന്നെ ചിറകുമായ അവിടുത്തെ ഒരു വേറൊരു ഇംപ്രവൈസിംഗ് ഇല്ലേ, അതിലൊന്ന് പാടാമോ? അത് അത് ഓക്കെ. അത് അരികിൽ ഞാൻ, വെരി ഗുഡ്. പിന്നെ അടുത്തത് മക്കളെ ഓക്കേടാ, ഓക്കെ. പട്ട് പോലുള്ളോരാ, പട്ട് പോലല്ലേ, പട്ട് പോലുള്ളോരാ എന്ന് പറഞ്ഞ സൂചി പോലുള്ളോരാ, അങ്ങനെ പാടാം. പട്ട് പോലുള്ളത് അങ്ങനെയാണ് പാടണ്ടേ. അപ്പം പട്ട് പോലുള്ളോരാ, ഇപ്പൊ നേരെ തിരിച്ചു പാടുന്നു. എന്തെന്ന് കൊച്ചേ മക്കളെ? എന്തോ ഒരുമിച്ച ദുഃഖത്തിൽ ലാസ്റ്റ് പല്ലവി, ഒരുമിച്ച ദുഃഖത്തിൽ മക്കളെ അത് ഒന്ന് സുഖമായിട്ട് പാടടാ. അയ്യോ അത് സുഖം. ഒരുമിച്ച അങ്ങനല്ല, ഒരുമിച്ച ദുഃഖത്തിൽ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാം,
പങ്കുചേരാൻ ചേരാൻ. ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ. ബാക്കിയെല്ലാം പാടിയല്ലേ മക്കള്? ഓ ദൈവമേ ക്ഷീണിച്ചു. പക്ഷെ നല്ല സുഖമാണ് കുഞ്ഞു പാടുന്ന കേൾക്കാനും കാണാനും. ഐ ലവ് യു. I love you too, sir. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി Max. ചോദിക്കാം. മക്കളെ എന്താ 6 marks. എനിക്ക് ഇനിയും വേണം. 6.5 അതിക്കുള്ളൊന്നും ഇല്ല. ഇതെന്താ ലേലം വിളിക്കുന്ന? ഞാനൊരു മാർക്ക് ഇട്ട് വെച്ചാൽ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. 6.5 മാർക്ക് മതി. ഇനിയും വേണമെന്ന് പറ. ആ 7.5 ഇനി നമുക്ക് രണ്ടുപേർക്കും കൊള്ളാലോ കളി. 8 ഇനിയെന്ന് പറഞ്ഞാൽ ആട്ടി തരി പറ്റിയ സെറ്റാണോ? ഉറപ്പിച്ചാ? ഒരു തരം, 2 തരം, 3 തരം. ഇത് കുഞ്ഞല്ലേ? 8.2. ഓക്കെ, താങ്ക് യു ശരത്ത്. രാഹുലേട്ടാ ചക്കരേ എന്തോ 8.4. Thank you, sir. ഇതൊരു സ്നേഹം രാഹുൽ. 8.4 എന്നൊക്കെ. 8.4. ചേച്ചി 9. 8.3. കണ്ട മഞ്ചേരി സമവായം. യെസ് സർ. ആ കുഞ്ഞ് നമ്മൾ ഇത്രയും അതിനെ കറക്ഷൻ പറഞ്ഞ ആ കുട്ടീനെ കാണുമ്പോഴേ കാണുമ്പോ ഒരു ക്യൂട്ട് ഒരു പാട്ട് ഓർമ്മ വരുന്നു. ഓ എന്നാ അത് പാടിയേ. ചേച്ചിയുടെ ഓർമ്മ. ഇനി അച്ഛ പൂച്ച പട്ടണ താണ്ഡവം കെട്ടണമാടും ഇതിലേ കപ്പും കൊട്ടി താളം കൊട്ടി പാടാൻ വാ അപ്പുക്കുട്ട ഉപ്പും കൊണ്ട് കേറാൻ വാ ആർപ്പുവിളി ആർഭാടം കൊമ്പുവിളി കൂത്താട്ടം മനസ്സിലൊരു മാമാങ്കം തക്കിട്ട ദേവി ഭം 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 കാക്ക പൂച്ച കാക്ക പൂച്ച കൊക്കര കോഴിവ ഒട്ടകമാന മയിലേ ഇനി അച്ഛ പൂച്ച പട്ടണ താണ്ഡവം കെട്ടണമാടി ഇതിലേ. Thank you, ma'am. Love you. Love you too, ma'am. ഓക്കെ, താങ്ക് യു ചേച്ചി. It's okay. Welcome. താങ്ക് യു ചേട്ടാ. It's okay. ഓക്കെ, അപ്പൊ ടോട്ടൽ മാർക്ക് 24.9.